ഹലോ സുഹൃത്തുക്കളെ, സുഖമാണോ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്തിടെ തെലുങ്കിൽ റിലീസായ OG മൂവി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. സിനിമയിൽ ഒരുപാട് ആക്ഷൻ സീനുകളുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സിനിമ ആരംഭിക്കുന്നത് 1940കളിലെ ജപ്പാനിലാണ്. രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് ജപ്പാനിലെ അധോലോക ഗ്യാങ് ജപ്പാനെ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതിനായി ആദ്യം ജപ്പാനെ സംരക്ഷിക്കുന്ന സമുറൈസിനെ കൊല്ലാൻ അവർ തീരുമാനിക്കുന്നു. അങ്ങനെ അവരിൽ ചിലരെ കണ്ടെത്തി കൊന്നുകളയുന്നു. ബാക്കിയുള്ളവർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരുമിച്ച് ചേർന്ന് ബ്ലാക്ക് ഡ്രാഗൺ എന്ന പേരിൽ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നു. പിന്നീട് ബ്ലാക്ക് ഡ്രാഗൺ സൊസൈറ്റി കുറച്ച് കുട്ടികൾക്ക് പരിശീലനം നൽകി അവരെ വലിയ യോദ്ധാക്കളാക്കി മാറ്റുന്നു. അങ്ങനെ അവർ വർഷങ്ങളോളം നിഴലിലൊളിച്ച് ജപ്പാനെ സംരക്ഷിക്കുന്നു. കട്ട് ചെയ്ത് 1970കളിൽ കാണിക്കുന്നത് അധോലോക ഗ്യാങ് ലീഡർ സാമുറൈസിനെ കണ്ടുപിടിച്ച് 99 പേരെയും കൊല്ലുന്നു. അതുപോലെ ആ കുട്ടികളെ പരിശീലിപ്പിച്ച ഗുരുവിനെയും അവർ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. മരിക്കുന്നതിന് മുമ്പ് ആ ഗുരു രക്ഷപ്പെട്ടു പോയ ഒരു കുട്ടിയെക്കുറിച്ച് പറയുന്നു. നോക്കൂ, നിങ്ങൾ 99 പേരെ കൊന്നുകാണും. പക്ഷേ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ ആ കുട്ടി വളരെ വലിയ ഒരു യോദ്ധാവാണ്. അവന്റെ അച്ഛൻ ഇന്ത്യയിൽ നിന്ന് വന്ന് ജപ്പാന് വേണ്ടി പോരാടി മരിച്ചതാണ്. ഞാൻ എന്റെ കൂടെ നിർത്തിയാണ് അവനെ വളർത്തി എല്ലാ വിദ്യകളും പഠിപ്പിച്ചത്. നിങ്ങളുടെ ഗ്യാങ്ങിന്റെ അവസാനം അവന്റെ കൈകൊണ്ടായിരിക്കും എന്നും പറഞ്ഞ് ഗുരു മരിക്കുന്നു. അടുത്ത സീനിൽ ജപ്പാനിലെ ഒരു പോർട്ട് കാണിക്കുന്നു. ആ ഗ്യാങ് ചെയ്ത ക്രൂരത കാരണം ജപ്പാനിലുള്ള ധാരാളം ഇന്ത്യക്കാർ ജപ്പാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്നു. അതേ പോർട്ടിൽ വെച്ച് നമ്മൾ ആ കുട്ടിയെ കാണുന്നു. ആ കുട്ടി തന്റെ മുഖം മറിച്ച് മുംബൈയിലേക്കുള്ള ഷിപ്പിൽ കയറുന്നു. അതേ ഷിപ്പിൽ സത്യനാരായണൻ എന്നൊരാളുമുണ്ട്. അദ്ദേഹം ജപ്പാനിൽ 10 വർഷം കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച സ്വർണവുമായി മുംബൈയിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് മിറാജുമുണ്ട്. അങ്ങനെ ഇരുവരും കഷ്ടപ്പെട്ട് ആ സ്വർണം കൊണ്ടുപോകുന്ന വഴിക്ക് കുറച്ച് കള്ളന്മാർ വന്ന് സ്വർണം മോഷ്ടിക്കുകയും ഇന്ത്യക്കാരെ കൊല്ലുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട സത്യയ്ക്ക് സങ്കടം വന്ന് വേണമെങ്കിൽ എന്റെ സ്വർണം എടുത്തോളൂ, പക്ഷെ ഈ നിരപരാധികളായ ആളുകളെ കൊല്ലരുത് എന്ന് പറയുന്നു. എന്നിട്ടും ആ കള്ളന്മാർ കേൾക്കാതെ അവരെ കൊല്ലുന്നത് തുടരുന്നു. ഇതെല്ലാം കണ്ട ആ കുട്ടിക്ക് ദേഷ്യം വന്ന് അവന്റെ കയ്യിലുള്ള വാളെടുത്ത് എല്ലാവരെയും കൊല്ലുന്നു. കുട്ടിയുടെ ധൈര്യവും സാഹസവും കണ്ട് സത്യനാരായണൻ അത്ഭുതപ്പെടുന്നു. ഉടൻ തന്നെ കുട്ടിയുടെ അടുത്ത് ചെന്ന് പണം കൊടുത്ത് സഹായിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ആ കുട്ടി പണം വാങ്ങാതെ സത്യയുടെ കൂടെ നിൽക്കാൻ തീരുമാനിക്കുന്നു. കാരണം സത്യ ആ സ്വർണം ഉപയോഗിച്ച് ആളുകൾക്ക് വേണ്ടി ഒരു പോട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ കുട്ടി സഹായിക്കാൻ തയ്യാറായത്. ആ കുട്ടി മറ്റാരുമല്ല, നമ്മുടെ ഹീറോ ഓജാസ് ഗംഭീര. സത്യ മുംബൈയിലെത്തിയ ഉടൻ തീരുമാനിച്ച പോലെ പോർട്ട് നിർമ്മിക്കുന്നു. അതുപോലെ OG കൂടെയുള്ളതുകൊണ്ട് അയാൾക്ക് വലിയൊരു സ്ഥാനത്തെത്താൻ കഴിയുന്നു. കട്ട് ചെയ്ത് 1993 മുംബൈയിലേക്ക് ഒരു ഷിപ്പ് വരുന്നു. ആ ഷിപ്പ് പിടിക്കാൻ കസ്റ്റംസ് ഓഫീസേഴ്സ് പോകുന്നു. യഥാർത്ഥത്തിൽ ആ ഷിപ്പിലെ ഒരു കണ്ടെയ്നറിൽ RDX ഉണ്ടായിരുന്നു. ഓമി ജിമ്മി വഴിയാണ് RDX അയക്കുന്നത്. ജിമ്മി ആ കണ്ടെയ്നർ സത്യയുടെ പോർട്ടിലേക്ക് കൊണ്ടുവരുന്നു. കാരണം അങ്ങോട്ട് പോയാൽ കസ്റ്റംസ് പിടിക്കും. അതുകൊണ്ടാണ് സത്യയുടെ പോർട്ടിൽ അത് സുരക്ഷിതമായി വെക്കുന്നത്. ഈ കാര്യം അറിഞ്ഞ സത്യയുടെ മകൻ പാർത്തു ആ കണ്ടെയ്നർ അകത്തേക്ക് കയറ്റാൻ സമ്മതിക്കുന്നില്ല. എന്നിട്ടും ജിമ്മി ആ കണ്ടെയ്നർ കൊണ്ടുപോവാൻ ശ്രമിക്കുന്നു. കൊണ്ടുപോകുന്നതിന് മുമ്പ് പാർത്തു കണ്ടെയ്നറിനെ ചെക്ക് ചെയ്യുന്നു. അതിൽ RDX ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ സത്യയോട് പറയാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിനു മുമ്പ് ജിമ്മി പാർത്ഥുവിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഗൺ സൗണ്ട് കേട്ട് ഒരുപാട് ആളുകൾ വന്നതുകൊണ്ട് ജിമ്മി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പാർത്തു മരിച്ചതുകൊണ്ട് സത്യ വല്ലാതെ വിഷമിക്കുന്നു. അതുപോലെ പാർത്തു മരിച്ച കാര്യം മുംബൈ മുഴുവൻ അറിഞ്ഞ് എല്ലാവരും ഷോക്കാകുന്നു. സത്യം മനസ്സിലാക്കിയ മിറാജ് പേടിച്ച് ജിമ്മിയുടെ അടുത്തേക്ക് പോയി, ഡാ ജിമ്മി, അവന്റെ മകനെ നീയാണല്ലോ കൊന്നത്, നീയാണ് കൊന്നതെന്നറിഞ്ഞാൽ വലിയ പ്രശ്നമാകും എന്ന് പറയുന്നു. എന്നിട്ട് സത്യയുടെ വീട്ടിൽ പോയി പാർത്ഥുവിന് മാലയിടുന്നു. അവിടെയുള്ള എല്ലാവർക്കും പാർത്ഥുവിനെ കൊന്നത് ജിമ്മിയാണെന്നറിയാം. പക്ഷേ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവിടെ വെച്ച് നമ്മൾ സത്യയുടെ പേരക്കുട്ടി അർജുനനെ കാണുന്നു. അർജുനന്റെ അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ടാകും. ചെറുപ്പത്തിൽ OGയാണ് തന്റെ അച്ഛനെ ഷൂട്ട് ചെയ്ത് കൊന്നതെന്ന് വിശ്വസിച്ച് അർജുൻ OGയെ കൊല്ലാൻ തീരുമാനിക്കുന്നു. എന്നാൽ OG ആർക്കും കാണാതെ ദൂരേക്ക് പോകുന്നു. അതുകൊണ്ടാണ് അർജുൻ OGയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ OGയുടെ ഫ്ലാഷ് ബാക്ക് കാണുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മിറാജ് സത്യയുടെ പോർട്ട് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. സത്യ അവരെ പേടിക്കാതെ OGയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ OG തന്റെ വാളുമായി വന്ന് എല്ലാവരെയും വെട്ടിക്കൊല്ലുന്നു. OG അങ്ങനെ വെട്ടിക്കൊല്ലുന്നത് കണ്ട് എല്ലാവരും പേടിച്ചോടിപ്പോകുന്നു. എന്നിട്ടും OG ഒരാളെ പോലും വെറുതെ വിടാതെ എല്ലാവരെയും കൊന്നു മിറാജിന് ഒരു വാർണിംഗ് നൽകുന്നു. നോക്കൂ, ഇന്നു മുതൽ സത്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ പോർട്ട് എടുക്കാൻ ശ്രമിച്ചാൽ എല്ലാവരെയും ഞാൻ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതോടെ മിറാജിന് OGയെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാകുന്നു. അതിനുശേഷം OG ഇട്ടിരുന്ന ഷർട്ട് എടുത്ത് പോർട്ടിൽ ഒരു ഫ്ലാഗ് ആയി വെക്കുന്നു. കാരണം ഇനി ആരും പോർട്ടിന്റെ അടുത്തേക്ക് നോക്കാതിരിക്കാൻ. കാരണം ആ ഫ്ലാഗിൽ OG കൊന്ന മനുഷ്യരുടെ രക്തം പുരണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് അന്നു മുതൽ സത്യ നടത്തുന്ന പോർട്ടിനെ ആരും ടച്ച് ചെയ്തില്ല. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം OG സത്യയുടെ മകനെ കൊന്നതുകൊണ്ട് മുംബൈയിൽ നിന്ന് പോകുന്നു. അതോടെ മുംബൈയിൽ സത്യയുടെ പവർ കുറയുന്നു. ഇനി ഇപ്പോൾ നടക്കുന്നത് കാണിക്കാം. സത്യ പോർട്ടിൽ പോയി RDX ഉള്ള കണ്ടെയ്നർ ആരും അറിയാതെ ഒളിപ്പിച്ചു വെക്കുന്നു. അതിനുശേഷം പാർത്ഥുവിന്റെ അസ്ഥികൾ ഗംഗയിൽ ഒഴുക്കാൻ പുറപ്പെടുന്നു. ഇതേ സമയം
ജിമ്മി ഇൻസ്പെക്ടർ ടാവ്ഡയെ വിളിച്ച് കണ്ടെയ്നർ കൊണ്ടുവരാൻ പറയുന്നു. ടാവ്ഡെ കണ്ടെയ്നർ പരിശോധിക്കാൻ പോകുമ്പോൾ അതിലുള്ള RDX കാണുന്നില്ല. അതുകൊണ്ട് ടാവ്ഡെ പോർട്ടിലുള്ള ആളുകളെ പിടിച്ച് ശല്യം ചെയ്ത് കണ്ടെയ്നർ എവിടെ വെച്ചെന്ന് ചോദിക്കുന്നു. എന്നിട്ടും ആളുകൾ പറയാത്തതുകൊണ്ട് ടാവ്ഡെ ഒരു പെൺകുട്ടിയുടെ മേൽ കൈവക്കുന്നു. അതോടെ ആളുകൾക്ക് ദേഷ്യം വരുന്നു. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ സത്യയുടെ മരുമകൾ ഗീത വന്ന് ടാവ്ഡേക്ക് വാണിംഗ് കൊടുത്ത് പോർട്ടിൽ നിന്ന് ഓടിച്ചുവിടുന്നു. മറ്റൊരിടത്ത് ജിമ്മി സത്യയുടെ ആളുകളെ അടിച്ചിട്ട് സത്യ നാസിക്കിലേക്ക് പോയെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഉടൻ തന്നെ നാസിക്കിൽ പോയി RDXനെ കുറിച്ച് മനസ്സിലാക്കി സത്യയെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഈ കാര്യമറിഞ്ഞ ഭദ്ര എന്നൊരാൾ സത്യയുടെ കൂടെ ജോലി ചെയ്യുന്ന ദീനയെ വിളിച്ചു പറയുന്നു. യഥാർത്ഥത്തിൽ ഭദ്ര ഒരുപാട് വർഷങ്ങളായി ജിമ്മിയുടെ അടുത്തുള്ള ഒരു അണ്ടർ കവറായി പ്രവർത്തിച്ചുകൊണ്ട് സത്യയെ സഹായിക്കുന്നു. അങ്ങനെ ഇടയ്ക്കിടെ സഹായിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ സത്യയെ രക്ഷിക്കാൻ OGക്ക് മാത്രമേ കഴിയൂ. എല്ലാവരും OGക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കട്ട് ചെയ്ത് നമ്മൾ OGയെ കാണുന്നു. OG 7 വർഷം മുമ്പ് മധുരയിൽ ഒരുപാട് പെൺകുട്ടികളെ രക്ഷിക്കുന്നു. കാരണം കുറച്ചുപേർ പെൺകുട്ടികളെ തടവിലാക്കി വിൽക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവർ ആഗിയുടെ കയ്യിൽ അകപ്പെടുന്നു. അങ്ങനെ OG മധുരയിലും അവരെയെല്ലാം കൊന്ന് ഒരു രക്തപ്പുഴ സൃഷ്ടിക്കുന്നു. അതോടെ മധുരയിലെ പോലീസ് OGയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അവരുടെ ഹെഡ് ഓഫീസർ വന്ന് ആഗിയുടെ സാധനങ്ങൾ കണ്ട് തിരിച്ചറിയുന്നു. കാരണം ആ സാധനങ്ങൾ കണ്ടാൽ സ്റ്റേഷനിലിരിക്കുന്നത് OG ആണെന്ന് മനസ്സിലാകും. താമസിക്കാതെ ആഗിയുടെ അടുത്ത് ചെന്ന് ആഗിയുടെ മുഖം കണ്ട് വല്ലാതെ പേടിച്ചു പോകുന്നു. കാരണം ആ ഓഫീസർ മുംബൈയിൽ ജോലി ചെയ്യുന്ന സമയത്ത് OG എല്ലാവരെയും കൊല്ലുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ OG സ്റ്റേഷനിൽ ഉണ്ടെന്നറിഞ്ഞ് ഉടൻ തന്നെ OGയോട് സോറി പറഞ്ഞു വിട്ടയക്കുന്നു. അതിനുശേഷം OG ഡോക്ടറായി ജോലി ചെയ്യുന്ന നമ്മുടെ നായികയെ ലവ് ചെയ്ത് കല്യാണം കഴിക്കുന്നു. അങ്ങനെ OG എല്ലാം ഉപേക്ഷിച്ച് ഹാപ്പിയായി കൺമണിയുടെ കൂടെ ജീവിക്കുന്നു. അതുപോലെ OG തനിക്ക് അറിയാവുന്ന വിദ്യകൾ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നു. ഒരു ദിവസം OG ഒരാളെ അടിക്കുന്നത് കൺമണി കണ്ട് വല്ലാതെ പേടിക്കുന്നു. ഉടൻ തന്നെ വസ്ത്രങ്ങളെല്ലാം പാക്ക് ചെയ്ത് OGയെയും കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ കുറച്ചു ദിവസം അവർ രണ്ടുപേരും മാത്രമായി ജീവിക്കുന്നു. പാവം കൺമണിക്ക് പേരൻസ് ആരുമില്ലാത്തതുകൊണ്ട് അവൾക്ക് വല്ലാതെ സങ്കടം വരുന്നു. പക്ഷെ OGക്ക് മുംബൈയിൽ സത്യയുടെ ഫാമിലി ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ദിവസവും കൺമണി സത്യക്ക് ലെറ്റർ എഴുതുന്നു. എന്നിട്ടും സത്യ മറുപടി നൽകുന്നില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കൺമണിക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു. മകൾ ജനിച്ചതുകൊണ്ട് OG വളരെ സന്തോഷത്തിലായിരിക്കും. അപ്പോൾ കൺമണി ആഗിയുടെ കയ്യിലുള്ള ടാറ്റു കണ്ട് നിങ്ങൾ കല്യാണത്തിന് മുമ്പ് എന്താണ് ചെയ്തിരുന്നത് എന്ന് ചോദിക്കുന്നു. OG പറയാൻ തയ്യാറാകുന്നു. പക്ഷെ അവൾ പറയേണ്ട എന്ന് പറയുന്നു. കട്ട് ചെയ്ത് അടുത്ത സീനിൽ ഇസ്താൻബുളിലുള്ള ഓമിയെ കാണിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവനാണ് മിറാജിന്റെ മൂത്ത മകൻ. ഓമി RBX ഉള്ള കണ്ടെയ്നർ മുംബൈയിലേക്ക് അയക്കുന്നു. കാരണം ഓമി ഇന്ത്യയിൽ ഒരു വലിയ ബ്ലാസ്റ്റ് പ്ലാൻ ചെയ്യുന്നു. പക്ഷേ ജിമ്മി കാരണം ഈ ജോലി നടന്നില്ല. അതുകൊണ്ട് നേരിട്ട് ഓമി തന്നെ ഇന്ത്യയിലേക്ക് വരുന്നു. അടുത്ത സീനിൽ സത്യ കൺമണിയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. സത്യയെ കണ്ട ഉടൻ കൺമണിക്ക് വലിയ സന്തോഷം വരുന്നു. കാരണം കൺമണി സത്യക്ക് ഒരുപാട് ലെറ്റേഴ്സ് എഴുതിയിരുന്നല്ലോ. അതുകൊണ്ട് ആ ലെറ്റേഴ്സിന് ഇപ്പോൾ ഉത്തരം കിട്ടിയതുകൊണ്ട് അവൾക്ക് വലിയ സന്തോഷം വരുന്നു. അതുപോലെ സത്യ OGയുടെ മകളെ കണ്ട് വളരെ സന്തോഷിക്കുന്നു. എന്നാൽ OG ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല, വേറെ സ്ഥലത്ത് ജോലി ചെയ്യുകയായിരുന്നു. ഉടൻ തന്നെ കൺമണി OGയെ വിളിച്ച് അച്ഛൻ വന്നെന്ന് പറയുന്നു. അത് കേട്ട ഉടൻ OGക്ക് വലിയ സന്തോഷം വരുന്നു. കാരണം ചെറുപ്പത്തിൽ സത്യ OGയെ സ്വന്തം മകനെ പോലെയാണ് വളർത്തിയത്. ഇപ്പോൾ സത്യ തന്നെ കൊണ്ടുപോവാൻ വന്നതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ജിമ്മി അവന്റെ ആളുകളുമായി വന്ന് എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഉടൻ തന്നെ കൺമണി തന്റെ മകളെ എടുത്ത് ഒരു കപ്ബോർഡിൽ വെക്കുന്നു. അതിനുശേഷം പുറത്തു വന്ന് നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ എല്ലാവരും മരിച്ചു കിടക്കുന്നു. അപ്പോൾ ഭദ്ര വന്ന് സത്യയെ രക്ഷിച്ചു കൊണ്ടുപോകുന്നു. ജിമ്മി ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൺമണി വന്ന് ജിമ്മിയെ അടിക്കുന്നു. ജിമ്മി ഒന്നും ആലോചിക്കാതെ കൺമണിയെ ഷൂട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ ഓമി മുംബൈയിൽ വന്ന് സത്യയുടെ ആളുകളെ കെട്ടിയിട്ട് RDX ഉള്ള കണ്ടെയ്നർ എവിടെയാണെന്ന് ചോദിക്കുന്നു. പക്ഷെ അവർക്കറിയില്ലെന്ന് പറയുന്നു. അതുകൊണ്ട് ഓമി ഒരു ചെറിയ കുട്ടിയെ കൊല്ലുന്നു. മറ്റൊരിടത്ത് ജിമ്മി സത്യയെ പിന്തുടരുന്നു. അവർ രണ്ടുപേരും രക്ഷപ്പെട്ട് ഒരു കൃഷിയിടത്തിലേക്ക് പോകുന്നു. ജിമ്മി ആ കൃഷിയിടം മുഴുവൻ തീയിട്ട് സത്യയെ തിരയുന്നു. ഒരുപാട് നേരം തെരഞ്ഞതിനു ശേഷം സത്യയെ കിട്ടുന്നു. മറ്റൊരിടത്ത് OG ഹോസ്പിറ്റലിൽ പോയി മരിക്കാറായി കിടക്കുന്ന തന്റെ ഭാര്യയെ കണ്ട് ഒരുപാട് കരയുന്നു. കൺമണി മരിക്കുന്നതിനു മുമ്പ് അവരുടെ മകളെ ഒളിപ്പിച്ചു വെച്ച സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ OG മകളെയും കൂട്ടി സത്യയെ രക്ഷിക്കാൻ വരുന്നു. തന്റെ ഭാര്യയെ കൊന്നതുകൊണ്ട് OG ദേശത്തിൽ അവിടെയുള്ള എല്ലാവരെയും കൊന്ന് ജിമ്മിയുടെ തലയെടുക്കുന്നു. ജിമ്മി മരിച്ച കാര്യം ഓമിക്കറിഞ്ഞ് OGയോട് വലിയ ദേഷ്യം വരുന്നു. അടുത്ത ദിവസം OG വീണ്ടും 15 വർഷങ്ങൾക്ക് ശേഷം മുംബൈയിലേക്ക് വരുന്നു. OG മുംബൈയിലെത്തിയ ഉടൻ പെൺകുട്ടിയുടെ മേൽ കൈവച്ച് ടാവ്ഡയുടെ അടുത്ത് പോയി അവനെ ബുദ്ധി പഠിപ്പിക്കുന്നു. അതിനുശേഷം ഓമിയുടെ അടുത്ത് ചെന്ന് കണ്ടെയ്നറുമെല്ലാം ഉപേക്ഷിച്ച് പോകാൻ പറയുന്നു. എന്നിട്ടും ഓമി പോകുന്നില്ല. അടുത്ത സീനിൽ അർജുൻ OGയെ കൊല്ലാൻ ഒരു സ്പെഷ്യൽ ഗൺ വാങ്ങുന്നു. അതേ ഗൺ ഉപയോഗിച്ച് OGയെ കൊല്ലാൻ ശ്രമിക്കുന്നു. അടുത്ത സീനിൽ ദുബായിലുള്ള ഡേവിഡ് എന്നൊരാളെ കാണിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഡേവിഡ് വളരെ വലിയൊരു ഗാങ്സ്റ്റർ ആണ്. അയാളാണ് ഓമിയോട് ഇന്ത്യയിൽ ബോംബ് ബ്ലാസ്റ്റ് പ്ലാൻ ചെയ്യാൻ പറഞ്ഞ് അയച്ചത്. അതുകൊണ്ടാണ് ഓമി തന്റെ ബോസിന് സർപ്രൈസ് നൽകാൻ അയാളുടെ ബർത്ത്ഡേ ദിവസം ബ്ലാസ്റ്റ് പ്ലാൻ ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ അവിചാരിതമായി RDX സത്യ ഒളിപ്പിച്ചു വെക്കുന്നു. ഇപ്പോൾ ഓമി പോർട്ടിന്റെ പഴയ മാപ്പ് കാണുന്നു. പഴയ മാപ്പിൽ 3 അണ്ടർഗ്രൗണ്ട് ഫ്ലോർസ് കാണുന്നു.
എന്നാൽ പുതിയ മാപ്പിൽ 2 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് RDX മൂന്നാമത്തെ അണ്ടർഗ്രൗണ്ടിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇതേ സമയം OG ഇതിനോടകം തന്നെ അണ്ടർഗ്രൗണ്ടിലുള്ള RDXന്റെ അടുത്ത് പോയി നോക്കുന്നു. അതുപോലെ OG ഓമിയെക്കുറിച്ചും വാജി സിറ്റിയെക്കുറിച്ചും നമ്മളോട് പറയുന്നു. യഥാർത്ഥത്തിൽ ഓമി ആദ്യം വാജി സിറ്റി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിനിടയിൽ സത്യയുടെ അനിയൻ റോയ് തടസ്സമായി വരുന്നു. അതുകൊണ്ട് ഓമി റോയുടെ ഭാര്യയെ കൊന്ന് അവരുടെ മകനെ ജീവനോടെ വിട്ടുപോകുന്നു. റോയ്ക്ക് ഓമിയോട് വലിയ ദേഷ്യം വരുന്നു. ഉടൻ തന്നെ റോയ് തന്റെ മകനായ സാഹോയെ ശ്രദ്ധയോടെ വളർത്തുന്നു. എന്നാൽ സാഹോ മരിച്ചെന്ന് പുറം ലോകത്തെ വിശ്വസിപ്പിക്കുന്നു. അതിനുശേഷം ഓമി ഒരു ഇന്റർനാഷണൽ ഡീലറായി വളരെ ഉയരത്തിലെത്തുന്നു. അതുകൊണ്ടാണ് ഡേവിഡ് ഓമിക്ക് ഇന്ത്യയിൽ ബോംബ് ബ്ലാസ്റ്റ് നടത്താൻ ജോലി കൊടുക്കുന്നത്. ഇപ്പോൾ ഓമി മുംബൈയിലെ 9 സ്ഥലങ്ങളിൽ ബ്ലാസ്റ്റ് പ്ലാൻ ചെയ്യുന്നു. അടുത്ത ദിവസം അർജുൻ ആഗിയുടെ അടുത്ത് പോയി OGയെ കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷേ OGക്ക് ഒരു മകളുണ്ടെന്നറിഞ്ഞതുകൊണ്ട് OGയെ കൊല്ലുന്നില്ല. പകരം കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്യിപ്പിക്കുന്നു. OGക്ക് തന്റെ മകളെ കാണാതായപ്പോൾ എല്ലാ സ്ഥലത്തും തിരിയുന്നു. പക്ഷെ ഒരിടത്തും കാണുന്നില്ല. അപ്പോൾ കിഡ്നാപ്പേഴ്സ് വന്ന് തന്റെ മകളെ കാണിച്ചപ്പോൾ OG അവരുടെ പുറകെ പോകുന്നു. പക്ഷെ അപ്പോൾ ഒരു ലോറി വന്ന് ആഗിയുടെ കാറിലിടിക്കുന്നു. ഉടൻ തന്നെ അർജുൻ ആഗിയുടെ അടുത്ത് പോയി മകളുടെ കൺമുന്നിൽ വെച്ച് OGയെ കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷെ അപ്പോൾ ഓമിയുടെ ആളുകൾ വന്ന് ആഗിയുടെ മകളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു. അവിടെയുള്ള ആളുകൾ OGയെ രക്ഷപ്പെടുത്തി സത്യയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഉടൻ തന്നെ അർജുൻ സത്യയുടെ വീട്ടിൽ വന്ന് OGയെ കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോൾ അർജുനന്റെ അമ്മ ഗീത ഒരു ഷോക്കിംഗ് കാര്യം പറയുന്നു. യഥാർത്ഥത്തിൽ അർജുനന്റെ അച്ഛനെ കൊന്നത് OG അല്ല. യഥാർത്ഥത്തിൽ അർജുനന്റെ അച്ഛൻ ചക്രി സത്യ അറിയാതെ ഇല്ലീഗൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ചക്രി ഡ്രഗ്സ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ പോർട്ടിൽ വെച്ച് OG ഡ്രഗ്സ് പിടിച്ച് കത്തിച്ചു കളയുന്നു. അതോടെ ചക്രിക്ക് OGയോടും അതുപോലെ തന്നെ പിന്തുണയ്ക്കാത്ത സത്യയോടും വലിയ ദേഷ്യം വന്ന് മിറാജുമായി കൈകോർക്കുന്നു. അതുകൊണ്ടാണ് പോർട്ട് സ്വന്തമാക്കാൻ സ്വന്തം അച്ഛനെ കൊല്ലാൻ ശ്രമിക്കുന്നത്. പക്ഷേ അപ്പോൾ ഗീത വന്ന് ചക്രിയുടെ കയ്യിലുള്ള ഗണ്ണെടുത്ത് ചക്രിയെ ഒരു റൂമിൽ പൂട്ടിയിട്ട് നടന്നതെല്ലാം OGയോട് പറഞ്ഞ് ഉടൻ തന്നെ OGയെ വീട്ടിലേക്ക് വിളിക്കുന്നു. ഇതേ സമയം ചക്രി തന്റെ മകനോട് ഗൺ കൊണ്ടുവരാൻ പറയുന്നു. അർജുൻ അടുത്തുള്ള ഗണ്ണെടുത്ത് ഒരു സ്റ്റൂളിൽ കയറി ഗൺ കൊടുക്കുമ്പോൾ അബദ്ധത്തിൽ ഗൺ പൊട്ടി ചക്രി അവിടെ വെച്ച് മരിക്കുന്നു. അങ്ങനെ ചക്രിയെ കൊന്നത് OG അല്ല, അർജുനനാണ്. അപ്പോൾ അവിടെ OG വന്ന് ചക്രിക്ക് ജീവനുണ്ടോ എന്ന് പരിശോധിക്കുന്നു. OG ചക്രിയെ തൊടുന്നത് കണ്ട അർജുൻ ചക്രിയെ കൊന്നത് OG ആണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്റെ അച്ഛനെ കൊന്നത് OG അങ്കിൾ ആണെന്ന് എല്ലാവരോടും പറയുന്നു. അതുകൊണ്ട് സത്യയും അത് സത്യമാണെന്ന് വിശ്വസിച്ച് OGയോട് ദേഷ്യത്തിലായിരിക്കും. പാവം മനഃപൂർവ്വം OG കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സത്യം അർജുൻ ഒരിക്കലും അറിയരുതെന്ന് പറഞ്ഞ് മുംബൈ വിട്ടുപോകുന്നു. ഇപ്പോൾ സത്യം മനസ്സിലാക്കിയ അർജുൻ OGയോട് പകവെച്ചതിന് വല്ലാതെ വിഷമിക്കുന്നു. അതുപോലെ തെറ്റ് ചെയ്തതുകൊണ്ട് അതേ ഗൺ ഉപയോഗിച്ച് സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവന്റെ അമ്മ വന്ന് രക്ഷിക്കുന്നു. അടുത്ത സീനിൽ ഓമി അണ്ടർഗ്രൗണ്ടിലുള്ള RDX എടുത്തുകൊണ്ടു പോകുന്നു. കാരണം OG അവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ ജോലി വളരെ ഈസിയായി നടക്കുന്നു. പിന്നീട് ഓമിയുടെ ആളുകൾ RDX കൊണ്ടുപോയി മുംബൈയിലെ എല്ലാ സ്ഥലങ്ങളിലും വിൽക്കുന്നു. മറ്റൊരിടത്ത് ദുബായിലുള്ള ഡേവിഡ് മുംബൈയിൽ നടക്കാൻ പോകുന്ന ബ്ലാസ്റ്റ് ലൈവിൽ കാണുന്നു. അപ്പോൾ ജപ്പാനിൽ നിന്ന് ഒരാൾ വന്ന് OGയെ കുറിച്ച് പറയാൻ ശ്രമിക്കുന്നു. പക്ഷേ ഡേവിഡ് കേൾക്കാതെ മുംബൈയിൽ നടക്കുന്ന ബ്ലാസ്റ്റ് കാണുന്നു. ഇതേ സമയം OG ഓമിയുടെ ഗംഗനെ കൊന്നുകൊണ്ടിരിക്കുന്നു. ഓമിക്ക് വലിയ ദേഷ്യം വന്ന് ഇപ്പോൾ നീ സൈലന്റ് ആയില്ലെങ്കിൽ ഞാൻ നിന്റെ മകളെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതുകൊണ്ട് OGക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് സൈലന്റ് ആയി നിൽക്കുന്നു. അപ്പോൾ ഓമി OGയോട് ഒരു ഷോക്കിംഗ് കാര്യം പറയുന്നു. അന്ന് ഹോസ്പിറ്റലിൽ കൺമണിയെ കൊന്നത് ജിമ്മി അല്ല. യഥാർത്ഥത്തിൽ അന്ന് ഓമിയും ഹോസ്പിറ്റലിൽ വന്നിരുന്നു. കൺമണി കാരണമാണ് സത്യ രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാക്കി അവൾ ആഗിയുടെ ഭാര്യയാണെന്ന് അറിയാതെ ഷൂട്ട് ചെയ്യുന്നു. കൺമണി മരിക്കുന്നതിന് മുമ്പ് ആഗിയുടെ പേര് വിളിക്കുന്നു. അവൾ ആഗിയുടെ ഭാര്യയാണെന്ന് അറിഞ്ഞ ഉടൻ തന്നെ അവളെ പൂർണ്ണമായി കൊന്ന് അവളുടെ കഴുത്തിലുള്ള താലിയെടുക്കുന്നു. ഇപ്പോൾ അതേ താലിയെടുത്ത് OGയെ കാണിക്കുന്നു. സത്യം മനസ്സിലാക്കിയ OG ഓമിയെ ഒരുപാട് അടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷേ ഓമി നീ എന്നെ കൊന്നാൽ ഞാൻ നിന്റെ മകളെ കൊല്ലും എന്ന് OGയെ ഭീഷണിപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ അവന്റെ മകളെ ടാവഡയാണ് തടവിലാക്കിയിരുന്നത്. മകൾ വേറെ സ്ഥലത്തായതുകൊണ്ട് രക്ഷിക്കാൻ OGക്ക് കഴിയുന്നില്ല. അപ്പോൾ ടാവഡയുടെ അടുത്ത് അർജുൻ വന്ന് അവനെ കൊന്ന് OGയുടെ മകളെ രക്ഷിക്കുന്നു. തന്റെ മകൾ സേഫ് ആണെന്നറിഞ്ഞ ഉടൻ OGക്ക് ആശ്വാസം വരുന്നു. അതുപോലെ ഓമി പ്ലാൻ ചെയ്ത പോലെ മുംബൈയിൽ ബ്ലാസ്റ്റ് നടക്കുന്നില്ല. കാരണം OGയുടെ കൂടെയുള്ള സാമുറൈസ് മുംബൈയിൽ ബ്ലാസ്റ്റ് നടക്കാതെ തടയുന്നു. ആരൊക്കെയാണോ RDX 9 സ്ഥലങ്ങളിൽ സെറ്റ് ചെയ്തു പോയത് അവരെയെല്ലാം സാമുറൈസ് കൊന്ന് അവരുടെ തലയെടുത്ത് ഓമിയുടെ അടുത്ത് കൊണ്ടിടുന്നു. അതിനുശേഷം OG ഓമിയുടെ അടുത്ത് ബോംബ്സ് വെച്ച് ഓമിയെ കൊല്ലുന്നു. അടുത്ത സീനിൽ ഡേവിഡ് ജപ്പാനിലെ വ്യക്തിയുടെ അടുത്ത് പോയി OGയെ കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ വീണ്ടും ആഗിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. യഥാർത്ഥത്തിൽ OG തന്റെ ഗുരു ആഗ്രഹിച്ച പോലെ തന്നെ യാക്കുസ ഗാങ്ങിനെ പിന്തുടർന്ന് കൊല്ലുന്നു. അതുപോലെ ജപ്പാനിൽ ഗാങ്സ്റ്റേഴ്സ് ഇല്ലാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നു. അപ്പോൾ യാക്കുസ ഗാങ്ങിന്റെ ലീഡറായിരുന്ന കസയെയും കൊല്ലുന്നു. ഇപ്പോൾ ഡേവിഡിനോട് സംസാരിക്കുന്നത് മറ്റാരുമല്ല, കസയുടെ അച്ഛൻ തന്നെയാണ്. അങ്ങനെ തന്റെ മകനെ കൊന്നതുകൊണ്ട് അയാൾ പകരം വീട്ടാൻ വരുന്നു. പക്ഷെ OGയെ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഡേവിഡിന്റെ സഹായം തേടുന്നു. അടുത്ത സീനിൽ OG തന്റെ മകളെയും കൂട്ടി മുംബൈ വിട്ടു പോകാൻ തീരുമാനിക്കുന്നു. അതുപോലെ മുംബൈയെ അർജുനന്റെ കയ്യിൽ ഏൽപ്പിച്ച് ശ്രദ്ധയോടെ നോക്കാൻ പറഞ്ഞു പോകുന്നു. ഇതോടെ OG സിനിമ അവസാനിക്കുന്നു. സുഹൃത്തുക്കളെ, സിനിമ കണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു? കമന്റ് ചെയ്യുക. അതുപോലെ കണ്ടിട്ട് മാത്രം പോകരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.